നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പലപ്പോഴും പ്രവാസ ലോകം നമ്മെ പലതും പഠിപ്പിക്കും. അതിജീവനത്തിന്റെ നാം അറിയാതെ പോകുന്ന പ്രവാസ കഥകൾ പലപ്പോഴും നോവായി മാറുന്നവയാണ്. ഇന്നും നാം അറിയാത്ത പല കഥകളും ആ മണ്ണിൽ ഉറങ്ങുന്നു. വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് ശേഷം തന്റെ കുടുംബത്തെ കാണുവാൻ നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്ന അതേ വിമാനത്തിൽ അന്ത്യയാത്ര ചെയ്യേണ്ടി വന്ന ദൗർഭാഗ്യകരമായ ഒരു വാർത്ത പുറത്തു വരികയാണ്. പ്രവാസികളെ കണ്ണീരണിയിച്ച ആ വാർത്ത പങ്കുവെക്കുകയാണ് സാമൂഹ്യ പ്രവർത്തകനായ അഷ്റഫ് താമരശ്ശേരി. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: അവധിക്ക് നാട്ടിലേക്ക് പോകുവാൻ ബുക്ക് ചെയ്ത അതേ വിമാനത്തിൽ കോട്ടയം സ്വദേശി രാജുവിന്റെ അന്ത്യയാത്ര. എംബാമിംഗ് സെന്ററിൽ നിന്ന് രാജുവിന്റെ മൃതദേഹം വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് പെട്ടിയിൽ പാക്ക് ചെയ്യുമ്പോൾ ഇന്നേ ദിവസം യാത്രക്കാരനായി നാട്ടിലേക്ക് പോകുവാനുള്ള ടിക്കറ്റിന്റെ കോപ്പി സുഹൃത്തിന്റെ കയ്യിൽ കാണാമായിരുന്നു. കോട്ടയം സ്വദേശി രാജു കഴിഞ്ഞ 6 വർഷമായി ഷാർജയിലെ ഒരു അറബിക് റെസ്റ്റോറന്റിൽ കുക്കായി ജോലി ചെയ്തു വരികയായിരുന്നു. ഈ മാസം 18-ാം തീയതി ദുബായിൽ നിന്നും കൊച്ചിയിലേക്ക് എയർ ഇന്ത്യ വിമാനത്തിൽ നാട്ടിലേക്ക് പോകാനിരിക്കെ ഷാർജ മലിഹ റോഡിൽ കാർ ആക്സിഡന്റിൽപ്പെട്ട് മരണപ്പെടുകയായിരുന്നു. നാട്ടിലേക്ക് പോകുവാൻ കാർട്ടൂണിൽ സാധനങ്ങൾ പാക്ക് ചെയ്ത് വരികെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങാൻ വേണ്ടി ഷോപ്പിലേക്ക് പോകുവാൻ ഷാർജ മലിഹ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ വളരെ വേഗത്തിൽ വന്ന കാർ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് രാജു മരണപ്പെട്ടു. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഒട്ടനവധി ഉണ്ടായിരുന്നു. അതൊക്കെ സാവധാനം തീർക്കാനുള്ള കഠിനാധ്വാനത്തിലായിരുന്നു രാജു. ഇന്ന് വൈകിട്ട് ദുബായ് എംബാമിംഗ് സെന്ററിൽ കണ്ണീരടക്കാൻ പാടുപെടുകയായിരുന്നു സുഹൃത്തുക്കൾ. കണ്ണീരണിയിക്കുന്ന ഓർമ്മയുമായി മാറിയ രാജുവിന്റെ നിശ്ചലമായ മൃതദേഹം കാർഗോയിൽ നിന്നും വിമാനത്തിൽ കയറ്റിയപ്പോൾ ഞാനും ഓർത്തുപോയി. നമ്മൾ ഒന്ന് ചിന്തിക്കുന്നു, ദൈവം വേറെ ഒന്ന് പ്രവർത്തിക്കുന്നു. രാജുവിന്റെ മയ്യത്ത് നാട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ കുടുംബം അനുഭവിക്കുന്ന മാനസികാവസ്ഥ ഓർത്തുപോയി. രാജുവിന്റെ ഭാര്യ ബിന്ദുവിനെ മരണവിവരം അറിയിച്ചിട്ടില്ല. പ്രീതമന്റെ വരവ് കാത്തിരിക്കുന്ന ആ സഹോദരിയുടെ മുന്നിൽ ആംബുലൻസിൽ ഭർത്താവിന്റെ നിശ്ചലമായ ശരീരം കാണുമ്പോൾ എങ്ങനെ സഹിക്കുവാൻ കഴിയും? ദൈവം കുടുംബത്തിന് ഈ വേദന താങ്ങുവാനുള്ള ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കൂടെ നടന്നവരും നമ്മുടെ കൂടുവിട്ട് നടന്നവരും നമ്മുടെ വിയോഗത്തിൽ നമ്മെ കാണാൻ ഒന്നിച്ചു വരുന്ന വേദിയാണ് മരണം. അഷ്റഫ് താമരശ്ശേരി. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് അവസാനിക്കുന്നത്.